ഈ വർഷം നടക്കുന്ന ഈ നിലത്തിപ്പോരിൽ ദാരികൻ എന്ന് പറയുന്ന ആദ്യമായി ിറങ്ങുന്ന സമയമാണ് മൂന്നാമത്തെ പോര് എന്ന് പറയുന്നത്. ഈ മൂന്നാമത്തെ പോരിൽ ഒരു ചരിത്രത്തിൽ ഒരിടത്തും തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പറഞ്ഞേറ്റും നിരത്തിപ്പോരും നടക്കുന്ന അവസരത്തിൽ 3 വിഗ്രഹങ്ങൾ 3 അമ്മമാര് ഒരു നിലത്തിപ്പോരിന് എന്ന് പറയുന്നത് അരുമാനൂർ കോയിക്കനാകം ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന പ്രത്യേകതയാണ്. അതിന് ഒരു നാട്ടിൽ നിന്ന് കോയിക്കനാകം ക്ഷേത്രത്തിൽ വന്ന് നിലത്തിപ്പോർ നടത്തി ധർമ്മത്തെ നിലനിർത്തുന്നതിലേക്ക് വേണ്ടി ഇരുമ്പ് ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിയിരിക്കുന്ന അമ്മ ഭഗവതി ഇതാ നിങ്ങളുടെ ഭക്തജനങ്ങളുടെ മുന്നിൽ വന്ന് എത്തി നിൽക്കുന്നു. സഹോദരന്മാരും വരവേൽക്കുമ്പോൾ ഇരുമ്പിൽ ക്ഷേത്രത്തിൽ നിന്ന് ഇവിടെ എത്തി പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ദാരികൻ രംഗപ്രവേശം ചെയ്യുന്നു. ഗോകർണത്ത് എന്ന വർഷങ്ങളോളം പ്രത്യക്ഷപ്പെടുത്തി മണിമന്ത്രം വാങ്ങിച്ച മയന് തുല്യം മായാജാലങ്ങൾ കടത്തുവാനുള്ള കൈവരിച്ച 10,000 ആനകളുടെ ബലത്തോട് മായാജാലങ്ങൾ കാണിക്കുവാൻ ഏറ്റവും മയന തുല്യം മായാബലമുള്ള ദാരികൻ മണിമന്ത്രവും ബ്രഹ്മദണ്ഡും വനബലമായി വാങ്ങിച്ച ദാരികൻ ഇരുമ്പിൽ ഭഗവതിയുമായിട്ടുള്ള റിയാക്ഷന് തയ്യാറെടുത്തു. ഇവിടെ എത്തിയിരിക്കുന്ന അമ്മമാർക്ക് അവരുടെ മനസ്സ് പ്രാർത്ഥിക്കുന്നു. സജ്ജനങ്ങളെ ഉപദ്രവിക്കുന്ന ദാരികൻ കുടിക്കുന്ന വെള്ളത്തിൽ വിഷമേർക്കുന്ന ദാരികൻ ഉള്ള ദാരികൻ ദാരികൻ ആ സമ്പത്ത് നിലനിർത്തണം എന്ന് ഓയിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ദാരികൻ ഇതായെത്തിയിരിക്കുന്നു. ദാരികൻ ദാരികൻ ദാരികനിലായിരിക്കുന്നു. ബ്രഹ്മാവിൽ നിന്ന് പരബലം മാനകളുടെ സംഘമുള്ള ദാരികൻ മണിമന്ത്രവും അതുപോലെ തന്നെ പ്രസിദ്ധം പരബലമായി വാങ്ങിച്ച ദാരികൻ ഇന്ദ്രപുരിയെ ആക്രമിച്ച് ഇന്ദ്രനെ തടവറയിലാക്കുന്നതിന് മുമ്പ് രക്ഷപ്പെട്ട് ഒളിച്ചു താമസിക്കുന്ന ഇന്ദ്രൻ ആ ഇന്ദ്രനെ പോലും തുരത്തിവിട്ട ദാരികൻ ആ ദാരികൻ തന്റെ ജ്യേഷ്ഠനെയും തന്റെ സൈന്യാധിപനായ കമാലിനെയും വധിച്ച് 6 സ്ത്രീകൾ ആരാണോ എന്ന് അന്വേഷിക്കുന്നതിലേക്ക് വേണ്ടി അവരെ പിടിക്കുന്നതിലേക്ക് വേണ്ടി അവരോട് യുദ്ധം ചെയ്യുന്നതിലേക്ക് വേണ്ടി അവരെ ഫലമുണ്ടെന്ന് മയന്റെ മകളും മനോഹരിയും സുന്ദരിയുമായ മനോഹരത്തെ മനോഹരിയുടെ ദാസരാത്മനിലേക്ക് വേണ്ടി എത്തിയിരിക്കുന്നു. ദാരികൻ എത്തിയിരിക്കുന്നു. ദാരികൻ എന്ന് പറയുന്ന ചക്രവർത്തി ഇതായെത്തി എനിക്ക് ബ്രഹ്മാവിൽ നിന്ന് കിട്ടിയ വരഫലങ്ങളും കൊണ്ട് ഞാൻ ആ ധർമ്മത്തിന്റെ വക്രമാണെന്ന് നിലനിർത്തുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ക്ഷേത്രത്തിന് ഭഗവതിയുടെ ക്ഷേത്രത്തിന് ചുറ്റും അലങ്കരിച്ചിരിക്കുന്ന കൊലവാഴയും കരിക്കും കൊലയും നൊമ്പും കൊലയും എല്ലാം അടിച്ചു തകർത്ത് ഇതാണ് എന്റെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചു
അതുകൊണ്ട് തന്നെ വ്യത്യാസമായി ഞങ്ങൾ ബ്രഹ്മാവിന്റെ പ്പെട്ടവരല്ല, മറിച്ച് പ്രമോദന്റെയും യമന്റെയും ആ അവസരത്തിൽ ദാനിയേൽ അവരോട് പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളാണ്, നിങ്ങൾ യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല. ആ യുദ്ധം ചെയ്യാനുള്ള ശക്തിയില്ല നിങ്ങളാണോ 10,000 ആനകളുടെ വിലമുള്ള ദാനിയേൽ എന്ന് പറയുന്ന എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്? ദാനിയേലിന്റെ സൈന്യം പിടിച്ചുകൊണ്ടുപോകുന്നു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു. എന്റെ കൊണ്ട് സ്ത്രീകളായ നിങ്ങൾ കാറ്റിൽ പറക്കുന്നത് പോലെ പറന്നുപോകും. പുരുഷന്മാർ അവരുടെ കാമനീയതകൾ നടത്തുവാൻ ഒരു ഉപകരണം മാത്രമായ സ്ത്രീകൾ, നിങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ യുദ്ധവീരനായ, ലോകത്തെ ഏറ്റവും ബുദ്ധിയായുധങ്ങൾ വാങ്ങിച്ചിട്ടുള്ള എന്നോട് യുദ്ധം ചെയ്യുന്നത് അതിന് പേരായി വന്നിരിക്കുന്നു. അംബിക ദേവിയാണ് പൂവിനെയും മഹിഷാസുരനെയും വർത്തമാനം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഞങ്ങൾ നിന്നെ കൊല്ലുന്നുള്ള കാര്യത്തിൽ യുദ്ധം ആരംഭിച്ചു. യുദ്ധത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്ഥലമൊന്നും ദേവിയുടെ ഇല്ല എന്ന് മനസ്സിലാക്കി അതുപോലെ തന്നെ മഹേശ്വരിയുടെ കയ്യിലിരുന്ന ദാനിയേലിന്റെ അടിച്ചുകൊണ്ട് മുറിവേൽക്കുകയും ദാനിയേലിന്റെ കയ്യിൽ നിന്ന് ചുടുചോര താഴെ വീണു. ദേവിയെ വെല്ലുവിളിച്ച് വാഹനത്തിൽ കയറി ദാനിയേൽ ഭഗവതിയോട് യുദ്ധം ചെയ്യുന്ന കാര്യം ഇന്നിപ്പോ നടക്കുന്ന മുൻപും കാണുവാൻ നമുക്ക് കഴിയുന്നത്. അങ്ങനെ ദാനിയേൽ എന്ന് പറയുന്ന ഈ സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി, ഈ സ്ത്രീകൾ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് എനിക്ക് മരണം വരാൻ പാടില്ല എന്നുള്ള വരം വാങ്ങിച്ചിട്ടുള്ളത് വെറുതെയല്ല. സ്ത്രീകൾ എന്നെ കണ്ടാൽ ഭയന്നു പോകും എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീയോട് യുദ്ധം ചെയ്യുവാൻ, ഒരു സ്ത്രീയും എന്നോട് യുദ്ധം ചെയ്യുവാൻ തയ്യാറാവുകയില്ല എന്ന് പറയുന്ന അഹങ്കാരം കയ്യിൽ നിന്ന് മരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ ഭദ്രകാളിയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഭദ്രകാളിയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഭദ്രകാളിയുമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. നെയ്യാറ്റിൻകര ഇരുമ്പിൽ ക്ഷേത്രത്തിൽ വാഴുന്ന ഭഗവതി ഭദ്രകാളി ദാനികരമായി ഏറ്റുകൊണ്ടിരുന്നു. കോഴിക്കൽ ക്ഷേത്രത്തിൽ ഈ വർഷം 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ നിലത്തിപ്പോരിൽ ആദ്യമായിട്ടാണ് ദാനികൻ ചെയ്തിരിക്കുന്നത്. ഇരുമ്പിൽ ഭഗവതിയുമായിട്ടുള്ള യുദ്ധമാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവതിയെ, ഈ മാതാക്കളെ ദാനികൻ വെല്ലുവിളിക്കുമ്പോ എന്നോട് യുദ്ധം ചെയ്യട്ടെ എന്ന് അദ്ദേഹത്തിന്റെ വാഹനത്തിൽ തന്നെ ഇരുന്നുകൊണ്ടാണ് ഈ യുദ്ധം നടത്തുന്നത് എന്നുള്ളതാണ് സത്യം. ദാനിയേലിന്റെ ആൾക്കാർക്ക്, സൈന്യത്തിന് ഒരു മുൻതൂക്കം വന്നിരിക്കുന്ന ഒരു യുദ്ധമാണ്. 6 മാതാക്കളും വിശ്വാസമില്ലാതെ ദാനികരമായ യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ യുദ്ധത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത് ഇരുമ്പിൽ ഭഗവതിയാണ്. ഈ മൂന്നാമത്തെ
ആത്മീയ വസ്തുത ഏക സംസ്കാരമാണ് ഹിന്ദുത്വം. ഹിന്ദുത്വത്തിന് തുല്യമായി മറ്റൊരു ആത്മീയ ശാസ്ത്രം ലോകത്തില്ല. ലോക ആത്മീയ രംഗത്ത് ഭാവിയിൽ ഹിന്ദുത്വം, ഭാരതം ആത്മീയതയുടെ ഒരു ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രം ഉയർന്നു വരുമെന്ന് ഭാരതത്തിലെ കാവിക്കുടിയുടെ അനന്തരാവകാശി, ഭാരതത്തിലെ കാവിക്കുടിയുടെ പരമ്പര ഭാരതം എന്ന് പറയുന്ന രാഷ്ട്രത്തെ ലോക ആത്മീയതയുടെ ഗുരുസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് ഭാരതീയ തത്വശാസ്ത്രങ്ങൾ ഏറ്റവും ഊന്നൽ കൊടുത്തിരിക്കുന്നത് ആണോ എന്നുള്ള കാര്യത്തിൽ ഇല്ല. ലോക ഭവന്തു എന്ന് പറയുന്ന മന്ത്രം ഭാരതീയ തത്വശാസ്ത്രങ്ങളിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയും. ഗുരുദേവോ ഭവ, ഗുരു എന്റെ ഭഗവാനാണ്, എന്റെ ദേവനാണ് എന്നും അതുപോലെ തന്നെ ഏകം ബഹുദാവരന്തി തന്നെ ഉള്ളൂ. ഗുരുക്കന്മാര് ആ സത്യമായിട്ടുള്ള ഒന്നിലെത്തുന്നതിന് പല മാർഗങ്ങളിൽ മാത്രമേ ഈ തരത്തിലുള്ള ഒരു സത്യം കാണുവാൻ കഴിയൂ എന്ന് പറയുന്ന അവസ്ഥയിൽ മറ്റ് ഗ്രന്ഥങ്ങൾ നാം പരിശോധിക്കുകയാണെങ്കിൽ ഈ രാഷ്ട്രത്തിലെ അടിസ്ഥാനവർഗ മതമൗലികവാദികളുടെയും തീവ്രവാദികളുടെയും രാഷ്ട്രമാക്കി മാറ്റുന്നതിന് വൈദേശിക മതമകനും